ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ICD ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് അതിൻ്റെ HIV പോർഷൻ്റെ ഗൈഡ് ലൈൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബാക്കി പോർഷൻ്റെ ആ ഒരു കോഡിംഗ് ഗൈഡ് ലൈൻസും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പല സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. HIV ഉണ്ട്, സെപ്സിസ് ഉണ്ട്, അതുപോലെ MRSA, MSS അങ്ങനെ പല സെക്ഷനാണ്. അപ്പം ഒരുപാട് ഗൈഡ് ലൈൻസ് ആയിട്ട് നമുക്ക് തോന്നും, കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ഞാൻ പല സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു വീഡിയോയിൽ HIV മേജർ ഗൈഡ് ലൈൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസും മാത്രമാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കി, അതായത് HIV കഴിഞ്ഞിട്ടുള്ള ബാക്കി ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മേജർ ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ സെപ്സിസ്, സിവിയർ സെപ്സിസ്, സെപ്റ്റിക് ഷോക്ക് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സെപ്സിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനെ കാണിക്കുന്ന നെയിമാണ് സെപ്സിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. ഇനി സിവിയർ സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു സെപ്സിസ്, ആ ഒരു ഇൻഫെക്ഷൻ കാരണം ഏതെങ്കിലും ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഓർഗൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിഡ്നീൻ്റെ ഓരോ ഓർഗനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആകും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിവിയർ സെപ്സിസ്. അടുത്തതെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ഷോക്കാണ്. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു സിവിയർ സെപ്സിസ് സെപ്റ്റിക് ഷോക്കിലേക്ക് പോകുന്ന കേസുകളുണ്ട്. അതായത് നമ്മുടെ സർക്കുലേറ്ററി ഫെയിലർ ഉണ്ടാകും. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ പല ടൈപ്പിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അതിലൊരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ആ ഒരു സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, ഫെയിലർ ആകും. അതാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ കോഡിംഗ് സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻഫെക്ഷൻ. നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ കോഡ് AB, ഈ 2 കോഡുകളിലാണ് വരുന്നത്. അപ്പോൾ അൺസ്പെസിഫൈഡ് സെപ്സിസ് ആണ്, അതായത് ഈ ഒരു ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള കോസിറ്റീവ് ഓർഗാനിസം എന്താണെന്നൊന്നും തന്നിട്ടില്ല, അൺസ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് A41.9. ചില കേസുകളിൽ ഇൻഫെക്ഷനും ആ ഇൻഫെക്ഷൻ കാരണമുണ്ടായ ഡിസീസും അത് രണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് എടുക്കാൻ പറ്റും. നമുക്ക് കോഡ് എടുക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് B മൂലമുണ്ടായ ഒരു നിമോണിയ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമോണിയാണ് ഡിസീസ്, അതിന് കാരണമായിട്ടുള്ള കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെപ്റ്റോകോക്കസ് B ആണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കേസ്, അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കോസിറ്റീവായിട്ടുള്ള ഓർഗാനിസത്തിനെ മെൻഷൻ ചെയ്ത് പറയത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നതാണ് അൺസ്പെസിഫൈഡ് സെപ്സിസ് അല്ലെങ്കിൽ അൺസ്പെസിഫൈഡ് ഇൻഫെക്ഷൻ. അതാണ് A41.9 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സിവിയർ സെപ്സിസ് ആണ്. അതായത് ഓർഗൻ ഡിസ്ഫങ്ഷൻ ആകുന്ന, ഏതെങ്കിലും ഓർഗൻ ഡാമേജ് ആകുന്ന കേസാണ് സിവിയർ സെപ്സിസ്. അവിടെ മിനിമം 2 കോഡ് എന്താണ് ആവശ്യമാണ്. അതായത് പ്രൈമറി കോഡ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഫെക്ഷൻ എന്താണോ അതായിരിക്കണം പ്രൈമറി കോഡ്. സെക്കൻഡറി കോഡ് എന്ന് പറയുന്നത് R65.2, അതായത് സിവിയർ സെപ്സിസിൻ്റെ കോഡാണ് R65.2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡ് എപ്പോഴും സെക്കൻഡറി ആയിട്ടാണ്, ഒരിക്കലും പ്രൈമറി ആയിട്ട് ഈ ഒരു കോഡ് വരത്തില്ല. അപ്പോൾ R65.2 ആണ് സിവിയർ സെപ്സിസിൻ്റെ കോഡ്, അതെപ്പോഴും സെക്കൻഡറി തന്നെയായിരിക്കും. ഇനി മൂന്നാമത്തെ കോഡ് ഞാൻ പറഞ്ഞു, സിവിയർ സെപ്സിസ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ഷോക്കാണ്. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും, അതായത് നമ്മുടെ സർക്കുലേറ്ററി ഫെയിലർ ആവാണ്. നമുക്ക് പല ടൈപ്പിലുള്ള സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ വരുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ആ സർക്കുലേറ്ററി സിസ്റ്റം ഫെയിലർ ആവുന്ന കേസാണ് സെപ്റ്റിക് ഷോക്ക്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ നേരത്തെ സിവിയർ സെപ്സിസ് പറഞ്ഞ പോലെ പ്രൈമറി കോഡ് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ ആയിരിക്കും. സെക്കൻഡറി കോഡ് സെപ്റ്റിക് ഷോക്ക്, മറ്റേത് സിവിയർ സെപ്സിസ് ആണ് R65.2. ഇവിടെ സെക്കൻഡറി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെപ്റ്റിക് ഷോക്കിൻ്റെ കോഡ് R65.21 എന്ന് പറയുന്ന കോഡും മൂന്നാമതായിട്ട് വരുന്നത് ആ ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ്റെ കോഡുമാണ്. അപ്പോൾ ഇതാണ് കോഡിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്, സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആയിട്ടാണ്. ആ പേഷ്യൻറ്റിന് സിവിയർ സെപ്സിസ് ഉണ്ട്, അതായത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ പ്ലസ് സിവിയർ സെപ്സിസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൊടുക്കേണ്ടത് വിസിറ്റ് ചെയ്യാനുള്ള റീസൺ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ പ്രൈമറി കോഡ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ. സെക്കൻഡറി കോഡ് എന്ന് പറയുന്നത് സിവിയർ സെപ്സിസ്, സെപ്സിസ് അല്ല ഇവിടെ സിവിയർ സെപ്സിസ് ആണ് R65.2. അത് ആ കോഡ് എപ്പോഴും സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ സെപ്സിസ് എന്ന് പറയുന്നത് പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ വഴിയും വരാം. അതായത് എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് ആ സർജിക്കൽ സൈറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ Tയിൽ നിന്നാണ് കോഡ് എടുക്കുന്നത്. T81.41 to T81.43 ഇൻ ബിറ്റ്വീൻ കോഡുകളാണ് പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ, സെപ്സിസ് ഡ്യൂ ടു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ MRSA എന്താണ്, MSS എന്താണെന്ന് നോക്കാം. MRSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റാഫിലോകോക്കസ് ഓറിയസ്, ഇതാണ് MRSA എന്ന് പറയുന്നത്. ഈ ഒരു
MRSA ആൻഡ് സെപ്സിസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ കോഡാണ്. നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ MRSA ആൻഡ് സെപ്സിസ് കോമ്പിനേഷൻ കോഡ് ഉണ്ട്. അതാണ് A41.02 എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സെപ്പറേറ്റ് കോഡ് ചെയ്യരുത്. MRSAയ്ക്ക് ഒരു കോഡ്, സെപ്സിസിന് ഒരു കോഡ്, അങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ കോഡാണ്. ഓക്കെ. ഇനി അതുപോലെ MSSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തിസിലിൻ സസെപ്റ്റബിൾ സ്റ്റാഫിലോകോക്കസ് ഓറിസ്. ഇതാണ് MSSA എന്ന് പറയുന്നത്. ഡിഫറൻസ് MRSA MSSAൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റാഫിലോകോക്കസ് ഓറിസും രണ്ടാമത്തേത് മെത്തിസിലിൻ സസെപ്റ്റബിൾ സ്റ്റാഫിലോകോക്കസ് ഓറിസും ആണ്. ഇത് രണ്ടുമാണ് ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ കോളനൈസേഷൻ വരാറുണ്ട് ക്വസ്റ്റ്യൻസിൽ. ഡയറക്റ്റ് തന്നെ തരും കോളനൈസേഷൻ. അതായത് ആ ഒരു പേഷ്യൻറ്റ് എന്താണ് ക്യാരിയിങ് ആണ്, ഇതിനെ എന്ത് ചെയ്യുന്നതാണ്, ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ വരുന്ന കോഡാണ് Z22.321 322. അതായത് കോളനൈസേഷൻ, MRSAൻ്റെ കോളനൈസേഷൻ, MSSAൻ്റെ കോളനൈസേഷൻ. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കോഡ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ മെൻഷൻ ചെയ്തതാണ്. അല്ലാത്ത കേസിൽ ബൈഹാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് മാത്രം ബൈഹാർട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പോവാം. സിക്ക വൈറസ്. സിക്ക വൈറസിലൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ കോഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. A92.5. അതും കൺഫേം, നമ്മൾ HIV പറഞ്ഞ പോലെ കൺഫർമേറ്ററി കേസിൽ മാത്രമാണ് ഈ ഒരു A92.5 എന്ന് പറയുന്ന കോഡ് സിക്കയ്ക്ക് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ സിക്ക വൈറസിൽ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് COVID-19 ആണ്. നമുക്കറിയാം കോവിഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ COVID-19ൻ്റെ കോഡെന്ന് പറയുന്നത് U07.1 ആണ്. അതും നമ്മൾ ഈ പറഞ്ഞ HIV ആവട്ടെ, സിക്ക വൈറസ് ആകട്ടെ, അല്ലെങ്കിൽ COVID-19 ഒക്കെ നമ്മൾ കൺഫർമേറ്ററി കേസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ COVID-19ൻ്റെ കേസിൽ കൺഫർമേഷൻ ലാബ് ടെസ്റ്റ് വഴിയോ അങ്ങനെയൊന്നും വേണ്ട. കോവിഡ് റിലേറ്റഡ് ആയിട്ട് പേഷ്യൻറ്റിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് U07.1 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വരുന്ന കോഡുകളാണ് സ്ക്രീനിങ് ഓഫ്, അതായത് കോവിഡിൻ്റെ സ്ക്രീനിങ് Z11.52, പേഴ്സണൽ ഹിസ്റ്ററി ആണെങ്കിൽ Z86.16, കോവിഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ Z01.84. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് കോഡ് എടുക്കാം. കാരണം ഓപ്പൺ ബുക്കാണ് എക്സാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോഡ് എടുക്കാവുന്ന കേസുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ നോക്കിയാൽ, ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കോവിഡായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ആ ഒരു കോവിഡ് റിലേറ്റഡ് സിംറ്റമായിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കോഡിങ് സീക്വൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഫീവറായിട്ടും കഫായിട്ടും, അതായത് അത് രണ്ടും എന്താണ്, കോവിഡ് റിലേറ്റഡ് സിംറ്റമാണ്. അപ്പോൾ ആ ഒരു സിംറ്റമായിട്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈമറി കോഡ് നമ്മൾ HIV റിലേറ്റഡ് കണ്ടീഷൻ പറഞ്ഞ പോലെ ഇതും കോവിഡ് റിലേറ്റഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട കോഡ് കോവിഡിൻ്റെ കോഡ് U07.1. അത് കൺഫേം കേസാണ്, കാരണം സിംറ്റംസ് ഉണ്ട്. സെക്കൻഡറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു സിംറ്റംസ് ആണ്. ഇപ്പോൾ കഫിൻ്റെ കോഡ്, അതായത് സിംറ്റംസ് എല്ലാം വരുന്നത് R കോഡാണ്. അപ്പോൾ R കോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ R05.1 അതൊരു സിംറ്റമാണ്, അക്യൂട്ട് കഫ്. അതുപോലെ R05.9 കഫ്, അൺസ്പെസിഫൈഡ് കഫാണെന്നുണ്ടെങ്കിൽ R05.9, R06.02 ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. അങ്ങനെ ഈ സിംറ്റംസ് എല്ലാം വരുന്നത് R കോഡിൽ നിന്നാണ്. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് കോവിഡിൻ്റെ ആണ്. സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് ഏതാണ്, സിംറ്റംസ് ആണ്. ഇനി അടുത്ത നോക്കി കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരാൾക്ക് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം MIS എന്ന് പറയും. അതും കോവിഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എപ്പോഴും കോഡ് ചെയ്യേണ്ടത് കോവിഡിൻ്റെ ആണ്. സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, M35.81 MISൻ്റെ കോഡ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. MIS COVID-19 ഉണ്ടെങ്കിൽ പ്രയോറിറ്റി COVID-19 ആണ് പ്രൈമറി കോഡ്. സെക്കൻഡറി ആയിട്ടാണ് MISൻ്റെ കോഡ് വരുന്നത്. ഇനി കോവിഡിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ U09.9, ഹിസ്റ്ററി ഓഫ് COVID-19 U09.9. അതായത് പേഷ്യൻറ്റിന് മുന്നേ കോവിഡ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഹിസ്റ്ററിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് U09.9. പേഷ്യൻറ്റിന് മുന്നേ കോവിഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പം കോവിഡ് റിലേറ്റഡ് സിംറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ U09.9 യൂസ് ചെയ്യില്ല. കാരണം അതായത് കറൻ്റ്ലി പേഷ്യൻറ്റിന് ആക്റ്റീവാണ്. മുന്നേ കോവിഡ് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും കോവിഡ് റിലേറ്റഡ് സിംറ്റം ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, പേഷ്യൻറ്റ് കറൻ്റ്ലി ആക്റ്റീവാണ്, കോവിഡ് ആക്റ്റീവാണ്. അപ്പോൾ U09.9 ഒരിക്കലും യൂസ് ചെയ്യില്ല. U07.1 കോവിഡിൻ്റെ കോഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ആഡ് ചെയ്ത കോഡാണ്. വാക്സിനേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അൺവാക്സിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് Z28.310. ഇനി പാർഷ്യലി വാക്സിനേറ്റഡ് ആണ്, അതായത് ഒരു ഡോസ് എടുത്തിട്ടുള്ളൂ, അങ്ങനെ പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ Z28.311. ഇത്രയും കോഡുകളാണ്
നമുക്ക് കോവിഡിൽ പഠിക്കാനുള്ളത്. അപ്പോൾ HIV കഴിഞ്ഞിട്ടുള്ള ബാക്കി സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ സെപ്സിസ്, സിവിയർ സെപ്സിസ്, സെപ്റ്റിക് ഷോക്ക് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന സെപ്സിസ് എന്താണെന്ന് പറഞ്ഞു, MRSA MSSA തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ സിക്ക വൈറസും കോവിഡ്-19 ഓർത്ത് വെക്കേണ്ടത് കൺഫർമേറ്ററി കേസിൽ മാത്രമാണ്. സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഡ് കോവിഡ്-19 യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡ് റിലേറ്റഡ് സിംറ്റംസുമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി കോഡ് കോവിഡിൻ്റെ ആയിരിക്കും, ബാക്കി സിംറ്റംസ് സെക്കൻഡറി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻഫെക്ഷ്യസ് ഡിസീസസിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. Patient is admitted to the hospital with Streptococcus group B pneumonia with severe sepsis. What codes are assigned? അതായത് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് ബി കാരണമുണ്ടായ ന്യൂമോണിയ, കൂട്ടത്തിൽ സിവിയർ സെപ്സിസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോഡ് എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് ബി ന്യൂമോണിയ സിവിയർ സെപ്സിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിവിയർ സെപ്സിസിനകത്ത് എങ്ങനെയാണ് കോഡിങ് സീക്വൻസ് എന്ന്. ഫസ്റ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് കോഡ് ചെയ്യുക, സെക്കൻഡ് എന്ന് പറയുന്നത് സിവിയർ സെപ്സിസിൻ്റെ കോഡ്, അതിനുശേഷം അക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുള്ളത് A41.9, R65.21. R65.21 എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡാണ്? സെപ്റ്റിക് ഷോക്കിൻ്റെ കോഡാണ്. അപ്പം ഒരിക്കലും ഓപ്ഷൻ എയും അല്ല ഓപ്ഷൻ ഡിയും അല്ല, കാരണം സെപ്റ്റിക് ഷോക്കല്ല, ഇത് സിവിയർ സെപ്സിസ് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ എയും അല്ല ഓപ്ഷൻ ഡിയും അല്ല. ഇനി അടുത്ത കോഡ് എന്ന് പറയുന്നത് സിവിയർ സെപ്സിസ്. ആ കോഡ് ഓപ്ഷൻ സിനകത്തില്ല, കാരണം സിവിയർ സെപ്സിസിൻ്റെ കോഡ് നമ്മൾ എന്ത് ചെയ്യണം? കോഡ് ചെയ്യണം, R65.20. അപ്പോൾ അത് സി എന്ന് പറഞ്ഞ ഓപ്ഷനിലില്ല. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് മിസ്റ്റർ ബാബർ റിപ്പോർട്ടഡ് to his primary care physician complaining of difficulty breathing. He is HIV positive, but prior to today, he never had any symptom of HIV disease. The physician never examined Mr. Barber and documented that this breathing difficulty was due to pneumocystitis carinii pneumonia or PCP, a HIV-related disease. Select the appropriate diagnosis code for this encounter. അതായത് മിസ്റ്റർ ബാബർ എന്ന് പറയുന്നത് പേഷ്യൻ്റാണ്. ആ ഒരു പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനുള്ള കാരണം ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്, HIV പോസിറ്റീവാണ്. പക്ഷേ ഇന്നാണ് ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നത്. ഇന്നലെ വരെ പേഷ്യൻറ്റിന് സിംറ്റം ഒന്നുമില്ല, അസിംറ്റമാറ്റിക് ആയിരുന്നു. പക്ഷേ ഇന്ന് പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നു, HIV പേഷ്യൻറ്റുമാണ്. അപ്പം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിക്ക് കാരണം PCP ആണ്. PCP എന്ന് പറയുന്നത് HIV റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസ്. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻ്റ് HIV പോസിറ്റീവും ആണ്, സിംറ്റമാറ്റിക്കും ആണ്. കാരണം ഈ PCP എന്ന് പറയുന്നത് HIV റിലേറ്റഡ് ഡിസീസാണ്. അപ്പം നമ്മൾ കോഡ് ചെയ്യേണ്ട റിലേറ്റഡ് കണ്ടീഷനിൽ കോഡ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഫസ്റ്റ് HIV-ൻ്റെ കോഡ് B20, സെക്കൻഡ് റിലേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ HIV-ൻ്റെ കോഡ് B20, റിലേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് PCP ആണ്. അതുകൊണ്ടാണ് പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നത്. സോ PCP-ൻ്റെ കോഡ് വരുന്നത് B59 ആണ്. സോ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻഫെക്ഷ്യസ് ഡിസീസസിനകത്ത് ഉള്ളത്. മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ലെങ്തി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്ടായിട്ട് വെക്കുമ്പം കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ 1 ഇൻഫെക്ഷ്യസ് ഡിസീസസിനകത്ത് ഉള്ള മേജർ കോഡിങ് ഗൈഡ് ലൈൻസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിയോപ്ലാസം, സെക്കൻഡ് ചാപ്റ്റർ നിയോപ്ലാസ് ആണ്, അതിൻ്റെ മേജർ കോഡിങ് ഗൈഡ് ലൈൻസ് ഇരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.